നമ്മളോട് ഇപ്പൊ എല്ലാവരും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ പലരും നമ്മളോടിപ്പോ ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്നു, അങ്ങനെയാണ് നമ്മുടെ ചങ്ക് ബ്രോ ഇങ്ങനെയൊക്കെ പറഞ്ഞ പുതിയ വാക്കുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. നിങ്ങളുടെ ഒരു ക്രൈസിസ് വന്നു നോക്കട്ടെ, ഫോൺ എടുക്കുന്നവർ കുറവായിരിക്കും. ഈ പറഞ്ഞ ചങ്കും ബ്രോയികളും എത്ര ആൾക്കാരെ നിങ്ങൾക്കൊരു ക്രൈസിസ് പീരീഡ് വന്നാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ ആരൊക്കെയാണ് ലാസ്റ്റ് സ്റ്റേ ബാക്ക് ചെയ്യുന്നത്, ആരൊക്കെയാണ്. ഒന്നും തരണ്ട, ഒന്നും ഹെൽപ്പ് ചെയ്യണ്ട, ഡോണ്ട് വറി, എല്ലാം ശരിയാവും, ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന എത്ര പേര് ലൈഫിലുണ്ടെന്നുള്ള കാര്യം നമുക്ക് ക്രൈസിസ് വന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് ഈ സാധനം അപ്സ് ആൻഡ് ഡൗൺസും എല്ലാം വരുന്നെങ്കിൽ മാത്രമേ നമ്മൾ മച്ചുവർ ആവുള്ളൂ. നമ്മളെ കറക്റ്റ് ചെയ്യുന്ന അന്നേരമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഈഗോ, നമ്മളുടെ കറക്ഷന് ഒത്തിരി ആവശ്യം ഉണ്ടാവും. നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ചിലപ്പം തല നമുക്ക് മനുഷ്യനാണ്. കാരണം നമുക്ക് ചിലപ്പം അടുപ്പിച്ച് ചിലപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ സക്സസ് ഉണ്ടായി, നമ്മൾ ചെയ്തതൊക്കെ വിജയിച്ചു. ചിലപ്പോൾ നമ്മൾ ഈഗോ ബിൽഡ് ചെയ്യും. ആരാണ് എന്നോട് പറയാൻ, എന്നെ ഉപദേശിക്കാൻ ആരാണ്, എന്റെ അത്രയും നിങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ട്, എന്റെ പ്രായത്തിൽ നിങ്ങളൊക്കെ എന്താ ചെയ്തിട്ടുണ്ട്, മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പോവും. മനുഷ്യനല്ലേ. ആ സമയത്ത് ചിലപ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ, അത് കുറച്ചാലേ നമ്മൾ വളരുള്ളൂ, അല്ലെ അവിടെ തകർച്ചയാണ്. അപ്പൊ അത് കുറയണമെങ്കിൽ നമുക്ക് അടി കിട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം ലേണിംഗ് ആണ്, ഇതെല്ലാം പ്യൂരിഫിക്കേഷൻ ആണ്, ഇതെല്ലാം കറക്ഷൻ ആണ്. മച്യൂരിറ്റി വരുന്നതിന് ശേഷമാണ്, അതിനുശേഷമാണ് റിയൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഏറ്റവും കൂടുതൽ ആൾക്കാരെ നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക നമ്മുടെ കാരണം എപ്പോഴും അൺഎക്സ്പെക്ടഡ് ആയിട്ട് എപ്പോഴും അൺസർട്ടനിറ്റി ഉണ്ട് നമ്മുടെ ലൈഫിൽ. അടുത്ത മൊമെന്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആർക്കും പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റബിൾ അല്ല. ഈ അൺസർട്ടനിറ്റി ആണ് ഈ ലൈഫിലെ ത്രില്ലും. കാരണം നാളെ അടുത്ത മൊമെന്റിൽ എന്താണ് സംഭവിക്കുന്നത് അറിയില്ല, ആർക്കും ഗ്യാരണ്ടി ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഒരു ലൈഫ് തന്നിട്ടുണ്ട്, അത് മാക്സിമം കളർഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. ലണ്ടനിലെ ഒരു സ്കൂളിൽ 7 വയസ്സായ കുട്ടി പറഞ്ഞൊരു ഉത്തരവാണ്. അധ്യാപകര് എല്ലാവരോടും ഓരോ കുട്ടികളോട് എന്താണ് ജീവിതത്തിലെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു. പല ആൾക്കാരും പല കുട്ടികളും പറഞ്ഞു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനത്തെ പല പ്രൊഫഷൻ നമുക്കറിയാമല്ലോ. കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പല പ്രൊഫഷൻ പറഞ്ഞു. പൈലറ്റ് ആവണം, അതാണ് ഡോക്ടർ ആവണം, ഇങ്ങനെ പല ഇത് പറഞ്ഞു. ഒരു കുട്ടി മാത്രം പറയുന്നില്ല. അപ്പൊ ആ കുട്ടിയോട് എന്താണ് പറയാത്തത് എന്ന് ചോദിച്ചപ്പോൾ തന്നെ ആ കുട്ടി പറഞ്ഞു എനിക്ക് ഹാപ്പി ലൈഫ് വേണം, ഹാപ്പി ലൈഫ് വേണമെന്നാണ് ആ കുട്ടിയുടെ ഡ്രീം. അപ്പം അധ്യാപകൻ ചോദിച്ചു നിനക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ, ഞാൻ ചോദിച്ചത് ഏത് പ്രൊഫഷനാണ് നീ ചൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പൊ കുട്ടി അധ്യാപകനോട് പറയാണ് സാർ ഏത് പ്രൊഫഷൻ ആണെന്നുള്ളതിനേക്കാളും ഏത് ചെയ്താലാണ് എനിക്ക് ഹാപ്പിനെസ് കിട്ടുമെന്നുള്ളതല്ലേ ഇമ്പോർട്ടന്റ്. അപ്പൊ എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഏത് പ്രൊഫഷനാണെന്നല്ലേ ഞാൻ കണ്ടെത്തേണ്ടത് എന്നാണ് ആ കുട്ടിയുടെ ആൻസർ. അപ്പൊ ആ അധ്യാപകനേക്കാൾ പോലും ഒരുപടി കൂടുതൽ മച്യൂരിറ്റിയോടുകൂടി 7 വയസ്സുകാരൻ തിരിച്ച് സംസാരിച്ചു. അപ്പൊ ഇതാണ് ലൈഫിൽ വേണ്ടത്. ഫൈനലി എന്താണ് വേണ്ടത്? ഫൈനലി നമ്മൾ പോലും പലപ്പോഴും നമ്മളോട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് ശരിയായ അഡ്വൈസ് ആണോ, അത് മേടിക്കണം, ഇത് മേടിക്കണം, ആ ജോലി മറ്റവനെ കണ്ടില്ലേ അവൻ A+ മേടിച്ചു, ഇവൻ B+ മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്താണ് ഫൈനലി എന്താണ് വേണ്ടത്? നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഫൈനലി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ. സ്ട്രെസ്ഫുൾ ആയിട്ട് ജീവിക്കാനല്ല നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് നമ്മളെന്ന് പറയുന്നത് നമ്മുടെ ഒരു കാറോ നമ്മുടെ ഒരു വീടോ ഒന്നുമല്ല. നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ പേഴ്സണാലിറ്റി, നമുക്ക് നമ്മുടെ ചോയ്സ്, നമ്മുടെ ലൈഫ് ഒന്നേ ഉള്ളൂ. ആ ലൈഫിൽ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം തന്നെ ആയിരിക്കണം നമ്മുടെ പ്രയോറിറ്റി. അത് കുറച്ചുകൂടെ ഭംഗിയാകാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ ജോലിക്ക് പോകുന്നതോ, നമ്മളൊരു വീട് വെക്കുന്നതോ, നമ്മളൊരു കാർ മേടിക്കുന്നതോ നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടി ആയിരിക്കണം, വേറെ ആൾക്കാരെ ഹാപ്പി ആക്കാൻ വേണ്ടി ആയിരിക്കരുത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ലൈഫിൽ നമ്മളെ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പഠിക്കുക. നമ്മളുടെ മൈൻഡ് സെറ്റ്, നമ്മളെ ജീവിതത്തിന്റെ ഡയറക്ഷൻ കറക്റ്റ് ആണോ അത് ശരിയാക്കാൻ നോക്കുക.